ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡൈനാമിക് റീമാർക്കറ്റിംഗ് ടാഗ്. അത് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ശരിയാണ് എന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇത് സാധാരണ ഇ കൊമേഴ്സ് ബിസിനസ്സുകൾക്കാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇ കൊമേഴ്സ് ക്യാമ്പയിൻസ് നിങ്ങൾ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡൈനാമിക് റീമാർക്കറ്റിംഗ് ടാഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ക്യാമ്പയിൻ സക്സസ് ആവില്ല. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡൈനാമിക് റീമാർക്കറ്റിംഗ് ടാഗ് സെറ്റ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് അഭിജിത്ത്, ഞാനൊരു ഡിജിറ്റൽ ആഡ് കൺസൾട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു ഇ കൊമേഴ്സ് ബിസിനസ്സാണ്. ഇ കൊമേഴ്സ് ബിസിനസ്സാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഗൂഗിളിൽ നിങ്ങൾ ഒരു പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ, ഷോപ്പിംഗ് ക്യാമ്പയിൻ, ഒരു ഡൈനാമിക് റീമാർക്കറ്റിംഗ് ക്യാമ്പയിൻ, അല്ലെങ്കിൽ ഒരു വീഡിയോ റീമാർക്കറ്റിംഗ് ക്യാമ്പയിൻ, ഈ ക്യാമ്പയിൻസ് ഒക്കെ നിങ്ങൾ റൺ ചെയ്യും. ഇനി നമുക്ക് വരുന്ന ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്ന് പറയുന്നത് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനാണ്. ഒരു ഇ കൊമേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ടൈപ്പാണ്. അപ്പോൾ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനിലാണ് ഏറ്റവും കൂടുതൽ ഗൂഗിൾ ഇന്ന് ഏറ്റവും കൂടുതൽ അവർ റിസോഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ക്യാമ്പയിൻ ടൈപ്പ് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനാണ്. നിങ്ങൾ ഗൂഗിൾ ആഡ്സ് റെപ്സിനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും. അപ്പോൾ അവരെ എഐയുടെ ഏറ്റവും കൂടുതൽ അൽഗോരിതമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനിലാണ്. അപ്പോൾ ഈ ക്യാമ്പയിനിൽ ഡൈനാമിക് റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇൻബിൽട്ടാണ്. അപ്പോൾ നിങ്ങളൊരു പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ നിങ്ങൾ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൈനാമിക് റീമാർക്കറ്റിംഗ് ക്യാമ്പയിൻ നിങ്ങൾ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റഡ് ഡൈനാമിക് റീമാർക്കറ്റിംഗ് ക്യാമ്പയിൻ റൺ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ മെറ്റയിൽ നിങ്ങൾ ക്യാമ്പയിൻ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം റീമാർക്കറ്റിംഗ് ഈസ് ഇൻബിൽട്ട് ഇൻ മെറ്റ ക്യാമ്പയിൻ. അപ്പോൾ ഏകദേശം അതേപോലെ തന്നെയാണ് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ. ഇനി എന്താണ് ഈ ഡൈനാമിക് റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി പറഞ്ഞിട്ട് നമുക്കത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക എന്നുള്ളതിലേക്ക് പോകാം. അപ്പോൾ ഡൈനാമിക് റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു വെബ്സൈറ്റിൽ 100 കണക്കിന് പ്രോഡക്റ്റുകൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഒരു കസ്റ്റമർ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റാണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ റീമാർക്കറ്റ് ചെയ്യുമ്പോൾ ഗൂഗിളിന് അറിയണം അയാൾ ഏത് പ്രോഡക്റ്റാണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ വെബ്സൈറ്റിൽ ബാക്ക് എൻഡിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ മെർച്ചൻറ്റ് സെൻറ്റർ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഷോപ്പിംഗ് ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഗൂഗിൾ മെർച്ചൻറ്റ് സെൻറ്റർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഒരു ഐ ഡി ഉണ്ടായിരിക്കും. അതിനെ പ്രോഡക്റ്റ് ഐ ഡി എന്നാണ് പറയാം. അപ്പോൾ ആ പ്രോഡക്റ്റ് ഐ ഡി ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പേജ് കണ്ടു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് പേജ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡൈനാമിക് റീമാർക്കറ്റിംഗ് ടാഗ് ആ പ്രോഡക്റ്റ് ഐ ഡി സെൻഡ് ബാക്ക് ടു ഗൂഗിളിലേക്ക് അയക്കും. അങ്ങനെ ആ പ്രോഡക്റ്റ് ഐ ഡി ഗൂഗിളിൽ റിസീവ് ചെയ്യുന്ന സമയത്താണ് ഗൂഗിളിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ഈ വന്നിരിക്കുന്ന വിസിറ്റർ ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റാണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഗൂഗിളിൽ അയാളെ പാസ്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ് അയാളെ റിക്വയർമെൻറ്റ് എന്നുള്ളത് ഗൂഗിളിന് കറക്റ്റായിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോഴാണ് അതിന് ഡൈനാമിക് റീമാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് അതിന് കാണിക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ നെക്സ്റ്റ് അടുത്ത സമയത്ത് അയാളൊരു വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ യൂട്യൂബ് വിസിറ്റ് ചെയ്യുന്ന സമയത്തോ ഈ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് ഈ പ്രോഡക്റ്റിൻ്റെ ഇമേജുകൾ തന്നെ ഗൂഗിളിന് കാണിച്ചുകൊണ്ട് അയാളെ തിരിച്ച് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏത് പ്രോഡക്റ്റാണോ വിസിറ്റ് ചെയ്തിരിക്കുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ആഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈനാമിക് റീമാർക്കറ്റിംഗ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതുകൂടാതെ തന്നെ ഇതിൽ തന്നെ അടുത്തതായിട്ട് RLSA എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ഫോർ സെർച്ച് ആഡ് എന്നാണ് RLSA എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു പ്രോഡക്റ്റ് വിസിറ്റ് ചെയ്ത ഒരാൾ അയാളത് കണ്ടു കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട വേറൊരു എൻക്വയറി നടത്തുന്ന സമയത്ത് നമ്മളെ ക്യാമ്പയിൻ അൽഗോരിതത്തിന് അറിയണം ഓക്കെ ഈ വ്യക്തി ഇതിൻ്റെ മുന്നേ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ പേജ് വിസിറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ അയാൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഒരു എൻക്വയറി നടത്തുകയാണ്. സ്വാഭാവികമായിട്ട് അയാൾ എന്തായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം നമ്മൾ കുറച്ചും കൂടി ചിലപ്പം ഹൈ ആയിട്ട് ബിഡ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമാണ് നമ്മളത് ഏറ്റവും ഫസ്റ്റായിട്ട് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഗൂഗിളിന് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ബിഡിങ് റേസ് ചെയ്യാനും അത് ഡൗൺ ചെയ്യാനും ഗൂഗിളിന് സാധിക്കത്തുള്ളൂ. അതിനാണ് RLSA എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനാമിക് റീമാർക്കറ്റിംഗ് ആണെങ്കിലും RLSA ഫീച്ചർ ആണെങ്കിലും ഈ ഫീച്ചറൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം ഡൈനാമിക് റീമാർക്കറ്റിംഗ് ടാഗ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ഒരുപാട് അക്കൗണ്ടുകളിൽ ഞാൻ കാണുന്നുണ്ട്, പല അക്കൗണ്ടുകളും ഞാൻ വെരിഫൈ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ഥിരം കാണുന്നതാണ് ഡൈനാമിക് റീമാർക്കറ്റിംഗ് ടാഗ് ഈസ് നോട്ട് വർക്കിംഗ്. ഇത് വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനോ റീമാർക്കറ്റിംഗ് ക്യാമ്പയിൻസോ അല്ലെങ്കിൽ ഈവൻ നിങ്ങളിപ്പം ഒരു ഷോപ്പിംഗ് ക്യാമ്പയിൻ നിങ്ങൾ റൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു സെർച്ച് ക്യാമ്പയിൻ ബ്രാൻഡ് സെർച്ച് ക്യാമ്പയിൻ നിങ്ങൾ റൺ ചെയ്യുകയാണ്. ഷോപ്പിംഗ് ക്യാമ്പയിനൊക്കെ നിങ്ങൾ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പം TROS പോലുള്ള ബിഡിംഗ് സ്ട്രാറ്റജി, ടാർഗറ്റഡ് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് പോലുള്ള ബിഡിംഗ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഡൈനാമിക് റീമാർക്കറ്റിംഗ് അതിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇ കൊമേഴ്സ് ആണെങ്കിൽ ഡൈനാമിക് റീമാർക്കറ്റിംഗ് ടാഗ് 100% നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. എങ്ങനെയാണത് വെരിഫൈ ആണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ദിസ് ഈസ് വൺ ഓഫ് മൈ അക്കൗണ്ട് ആണ്. അപ്പോൾ ഈ അക്കൗണ്ട് ഞാൻ ആദ്യം ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം പോകേണ്ടത് ഇതിൽ ടൂൾസിൽ നിങ്ങൾ പോയിട്ട് ഷെയർഡ് ലൈബ്രറി
ടൂൾസിൽ ഷെയർഡ് ലൈബ്രറിയിൽ ഓഡിയൻസ് മാനേജറിലാണ് നിങ്ങൾ ഫസ്റ്റ് പോകേണ്ടത്. ടൂൾസിൽ ഷെയർഡ് ലൈബ്രറിയിൽ ഓഡിയൻസ് മാനേജർ പോവാം. ഇവിടെ യുവർ ഡാറ്റ സോഴ്സസ് എന്ന് പറയുന്ന ഒരു ടാബ് ഏറ്റവും അവസാനമാണ് ടാബ് കാണുക. ഇവിടെ ഗൂഗിൾ ആഡ്സ് ടാഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഗൂഗിൾ ആഡ്സ് ടാഗ് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇൻഫർമേഷൻ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഗൂഗിൾ ആഡ്സ് ടാഗിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ടോ 2.04K ഹിറ്റുകളുണ്ട് ലാസ്റ്റ് 24 hours. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗൂഗിൾ ആഡ്സ് ടാഗ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതാണ്, പ്രോഡക്റ്റ് ID കറക്റ്റായിട്ട് ഇതിൽ റിസീവ് ചെയ്യുന്നുണ്ടോ, അവർ ഏത് പ്രോഡക്റ്റ് പേജ് വിസിറ്റ് ചെയ്ത് ആ പ്രോഡക്റ്റ് ID ഇവിടെ കിട്ടുന്നുണ്ടോ, ആ മാച്ച് റേറ്റ് എത്രയെന്നുള്ളതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാരാമീറ്റേഴ്സ്. ഇവിടെ ID എന്ന് പറയുന്നൊരു പാരാമീറ്റർ ഉണ്ട്. ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഓൾ ഹിറ്റ്സ് 100%. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ID നിങ്ങൾ 100% ഹിറ്റിനും നമുക്കത് റിസീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ പ്രോഡക്റ്റ് ID കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി ഇത് ഒരു 100% ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു 80% മിനിമം ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ 100% ഉറപ്പ് വരുത്താം. ഇപ്പം ഇനി ഈ ID ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ പ്രോഡക്റ്റ് ഓരോ IDയും ഉണ്ടോ. ഈ 100017 എന്നുള്ള പ്രോഡക്റ്റ് പേജ് ഹിറ്റ്സ് 1647 വ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ID അതിന് 8426 വ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ബഡ്ജറ്റ് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയധികം ഹിറ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇത് വെരിഫൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് നിങ്ങളെ എന്താ പറയുക ID നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളെ ID സെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 100% നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അത് അറ്റ്ലീസ്റ്റ് 100% ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 80% നിങ്ങൾ നിർബന്ധമായിട്ട് വെക്കുക. അതേപോലെ തന്നെ വാല്യൂ ഹിറ്റ്സ്, ഈ വാല്യൂ ഹിറ്റ്സ് ഒക്കെ 25% മതി, പക്ഷേ ID ഹിറ്റ്സ് 100% ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നോക്കുക. ഓക്കെ, താങ്ക്സ് ഓൾ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.